നമസ്കാരം. മിഷേൽ ഷാജി എന്ന യുവതിയുടെ ദുരൂഹ മരണ കേസുമായി ബന്ധപ്പെട്ട് വിട്ടുപോയ കണ്ണികൾ ശാസ്ത്രീയമായി പരിശോധിച്ച് ക്രൈംബ്രാഞ്ച് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അന്വേഷണത്തിലെ പിഴവുകൾ എടുത്തുപറഞ്ഞ കോടതി കേസ് CBIക്ക് വിടണം എന്ന പിതാവ് ഷാജിയുടെ ആവശ്യം അനുവദിച്ചില്ല. മിഷേലിൻ്റേത് മുങ്ങിമരണമാണെന്ന നിഗമനത്തിന് തെളിവുകളുണ്ട്. നരഹത്യയാണെന്ന് സംശയിക്കത്തക്ക സാഹചര്യവുമില്ല. അതിനാൽ കേസ് CBIക്ക് വിടേണ്ടതില്ല എന്ന് ജസ്റ്റിസ് CS സുധ വ്യക്തമാക്കി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ വൈകിയതും രക്ഷിതാക്കളെ പല സ്റ്റേഷനുകളിലും വിളിച്ചു വരുത്തിയതും അനാസ്ഥയാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി. 2 മാസത്തിനകം ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് വിചാരണ കോടതിയിൽ ഉടൻ അന്തിമ റിപ്പോർട്ട് അഥവാ കുറ്റപത്രം സമർപ്പിക്കണം. എറണാകുളത്ത് CA ഫൗണ്ടേഷൻ കോഴ്സ് വിദ്യാർത്ഥിനിയായിരുന്ന പിറവം മുളക്കുളം എണ്ണക്കാപ്പിള്ളിൽ മിഷേൽ ഷാജിയെ 2017 മാർച്ച് 6-നാണ് കൊച്ചി കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേന്ന് വൈകിട്ട് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയ മിഷേൽ കലൂർ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയ ശേഷം സന്ധ്യയോടെ ഗോശ്രീ പാലത്തിലൂടെ നടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. പരാതി ആദ്യം അവഗണിച്ച പോലീസ് CCTV ഫുട്ടേജുകൾ രക്ഷിതാക്കൾ ഹാജരാക്കിയപ്പോഴാണ് അന്വേഷണം ഊർജിതമാക്കിയത്. അന്വേഷണം പിന്നീട് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചും മിഷേലിൻ്റേത് ആത്മഹത്യയാണ് എന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു. എന്നാൽ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് മിഷേലിൻ്റെ സുഹൃത്തായിരുന്ന പിറവം സ്വദേശി ക്രോണിൻ അലക്സാണ്ടർ ബേബിക്കെതിരെ കേസെടുത്തിരുന്നു. ക്രോണിൻ കുറ്റക്കാരനാണോ എന്ന് വിചാരണ കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇരുവരുടെയും സൗഹൃദത്തിന് മിഷേലിൻ്റെ വീട്ടുകാർ എതിരായിരുന്നു എന്ന് വ്യക്തമാണ്. അവസാന ദിവസങ്ങളിലെ ഫോൺ വിളി വിവരങ്ങൾ നോക്കുമ്പോൾ ഇരുവരുടെയും ബന്ധം വഷളായി എന്ന സൂചനകളുമുണ്ട്. ക്രോണിൻ്റെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ഒരു അൺസെൻഡ് സന്ദേശം മനസ്സുലയ്ക്കുന്ന വിധത്തിലുള്ളതാണെന്നും ഹൈക്കോടതി വിലയിരുത്തി. പോലീസ് നിരവധി കണ്ണികൾ വിട്ടുകളഞ്ഞതായുള്ള പരാതിയുണ്ട്. ഗോശ്രീ പാലത്തിന് സമീപത്തൂടെ കടന്നുപോയ അമൽ ജോർജിൻ്റെ മൊഴിയാണ് പോലീസ് ആധാരമാക്കിയത്. ആ സമയം ഇരുട്ടുണ്ടായിരുന്നു. മിഷേലിൻ്റെ വസ്ത്രവും അതിൻ്റെ നിറവും വിവരിച്ചത് ശരിയായിട്ടല്ല. ഇവയ്ക്കാണ് കോടതി കണ്ടെത്തലുകൾ. ഗോശ്രീ 2-ാം പാലത്തിന് താഴെ സാക്ഷി പറഞ്ഞ ഇടം കേന്ദ്രീകരിച്ചാണ് കായലിൽ പരിശോധന നടത്തിയത്. ബാഗും വാച്ചും ഷൂസും കണ്ടെടുക്കാനായില്ല. സാക്ഷിയായ അമലിനെ പോലീസ് വ്യാജമായി ഹാജരാക്കിയതാണെന്ന മിഷേലിൻ്റെ വീട്ടുകാരുടെ വാദത്തിൽ കഴമ്പില്ല. വിവരം നൽകാൻ അമൽ സ്വമേധയാ ഹാജരായതാണ്. കായലിൽ കിടന്ന മൃതദേഹത്തിൻ്റെ ജീർണത സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനകൾക്ക് അത് കണ്ടെത്തിയ സ്ഥലത്തെ ജലസാമ്പിൾ മാത്രമാണ് ശേഖരിച്ചത്. പെൺകുട്ടി ചാടി എന്ന് പറയുന്നിടത്തെ വെള്ളം പോലീസ് ശേഖരിച്ചില്ല. പ്രതി ചേർക്കപ്പെട്ട യുവാവ് ഡിലീറ്റ് ചെയ്ത 60 SMS സന്ദേശങ്ങൾ വീണ്ടെടുത്തില്ല. ഇത് കണ്ടെടുക്കാനാകുമോ എന്ന് ഇനിയും ശ്രമിക്കണം. മട്ടാഞ്ചേരി വാർഫിന് സമീപമാണ് മിഷേലിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. വേലിയിറക്കത്തിൻ്റെ ഫലമായിട്ടാണ് ശരീരം ഒഴുകിപ്പോയത് എന്ന പോലീസിൻ്റെ നിഗമനം ശരിയാണ്. എന്നാൽ ശരീരം വെള്ളത്തിൽ കിടന്ന 20 മണിക്കൂറിനിടെ എത്ര വേലിയിറക്കമുണ്ടായി എന്ന് ഇതുവരെ പഠനവും നടത്തിയിട്ടില്ല. മിഷേലിൻ്റെ വയറ്റിൽ ക്യാരറ്റിൻ്റെ അംശമുണ്ടായിരുന്നു. ഹോസ്റ്റൽ കിച്ചണിൽ ക്യാരറ്റ് ഉപയോഗിച്ചിരുന്നില്ല. മറ്റാർക്കെങ്കിലും ഒപ്പം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിരിക്കാനുള്ള സാധ്യതകൾ വീട്ടുകാർ ചൂണ്ടിക്കാട്ടിയിട്ടും ഒരന്വേഷണവും നടത്തിയില്ല. 7 വർഷം കഴിഞ്ഞതിനാൽ അന്വേഷിച്ചാലും കാര്യമില്ലെന്ന് ജസ്റ്റിസ് CS സുധയുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഊർജിതമായ അന്വേഷണം വേണം എന്ന് നേരത്തെ തന്നെ മിഷേലിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനകത്ത് ചില കണ്ണികൾ വിട്ടുപോയി എങ്കിലും അത് കൂട്ടിച്ചേർത്ത് തുടരന്വേഷണം നടത്തി ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നത് വ്യക്തമായി കണ്ടെത്തണം എന്നായിരുന്നു മിഷേലിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്.